കടുവകളെ ഇഷ്ടമല്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാകത്തില്ല. ആ ശരീര ഭംഗിയും ഗാംഭീര്യം നിറഞ്ഞ മുഖവും കാട്ടിൽ ആരെയും പേടിക്കാതെ ആരെയും വകവയ്ക്കാതെ ഉള്ള നടത്തവും ഇതൊന്നും ഇഷ്ടമല്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. മാർജാര വംശത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവിയാണ് കടുവകൾ. ബംഗാൾ കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം. പ്രധാനമായും ഇന്ത്യയിലും ബംഗ്ലാദേശിലും കാണപ്പെടുന്ന കടുവകളുടെ ഒരു ഉപവിഭാഗമാണ് ബംഗാൾ കടുവ. കൂടാതെ ഇവ നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ എന്നീ സ്ഥലങ്ങളിലും കാണപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കടുവ ഇനം ഇതാണെന്ന് ഇന്ത്യൻ സർക്കാരിൻ്റെ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി കണക്കാക്കിയിട്ടുണ്ട്. 1411 ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. വംശ ബുക്കുകളായ മാർജാര കുടുംബത്തിലെ അഥവാ ഫെലിഡെ കുടുംബത്തിലെ ഏറ്റവും വലിയ ജീവികളാണ് കടുവകൾ. പാന്തേര ടൈഗ്രിസ് എന്നാണ് കടുവകളുടെ ശാസ്ത്രീയ നാമം. അതുപോലെ തന്നെ ഏഷ്യൻ വൻകരയിലാണ് കടുവകളെ കണ്ടുവരുന്നത്. കടും തവിട്ട് നിറത്തോടു കൂടി തീരത്തിന് കുറുകെയുള്ള കറുത്ത വരകൾ കടുവകളെ മറ്റു ജന്തുക്കളിൽ നിന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. പക്ഷെ വനങ്ങളിലെ നിറങ്ങൾക്കനുസൃതമായി കടുവകളെ സ്വയം ഒളിപ്പിച്ചിരുത്താനും ഈ നിറം ഇവയെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇരയെ കുറേ നേരം ഇമവിട്ടാതെ നോക്കിയിരിക്കാനും കടുവകൾക്ക് സാധിക്കും. കാട്ടുപോത്ത്, കാട്ടുപന്നി, കേഴമാൻ തുടങ്ങിയ മൃഗങ്ങളാണ് കടുവകളുടെ സ്ഥിരമായ ഇരകൾ. എന്നാൽ ചില സമയങ്ങളിൽ കാണ്ടാമൃഗത്തിനെയും ആനയും വരെ ഇവ വേട്ടയാടാറുണ്ട്. എഴുത്തിന് പുറകിൽ തൻ്റെ ശക്തിയേറിയ പല്ലുകൾ ഉപയോഗിച്ചാണ് കടുവകൾ ഇരകളെ കീഴടക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി ഇരകളുടെ സുഷുമ്നാനാഡി തകർക്കുകയും ഇരകളെ പെട്ടെന്ന് തന്നെ കൊല്ലുവാനും കടുവകൾക്ക് സാധിക്കുന്നു. മാർജാര വംശത്തിലെ ഏറ്റവും വലിയ മൃഗമാണ് കടുവ എന്ന് പറഞ്ഞല്ലോ. സാധാരണ കടുവകൾ 200 കിലോഗ്രാം വരെയാണ് വളരാറുള്ളത്. എന്നാൽ 300 കിലോഗ്രാമുള്ള കടുവകളും അപൂർവമല്ല. ഇന്ത്യയിൽ 1967 വെടിവെച്ച് കൊന്ന ഒരു കടുവയ്ക്ക് 390 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. എന്നാൽ പെൺകടുവകൾ സാധാരണ 180 കിലോഗ്രാമിലധികം ഭാരം വയ്ക്കാറില്ല. 3 മീറ്ററാണ് സാധാരണ ആൺകടുവകളുടെ നീളം. എന്നാൽ പെൺകടുവകൾക്ക് ഇത് 2.5 മീറ്ററായി കുറയും. അതുപോലെ തന്നെ കടുവകൾക്ക് 5 മീറ്റർ ഉയരത്തിൽ ചാടുവാനും 10 മീറ്റർ നീളത്തിൽ ചാടുവാനും സാധിക്കും. ശരീരത്തിൻ്റെ ഇരട്ടി ഭാരമുള്ള ഇരകളെ കീഴടക്കാനും അവയെ കടത്തിക്കൊണ്ടു പോകാനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ 1/3 ഭാരമുള്ള ഇരകളുമായി 2 മീറ്റർ ഉയരത്തിൽ ചാടുവാനും കടുവകൾക്ക് നിസ്സാരമായി സാധിക്കും. സാധാരണയായി ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മൃഗമാണ് കടുവകൾ. പ്രജനന കാലത്തും അതുപോലെ തന്നെ കുട്ടികളോടൊപ്പം മാത്രമാണ് കടുവകളെ കൂട്ടമായി കാണാൻ സാധിക്കുന്നത്. 3-4 വർഷത്തിലൊരിക്കലാണ് കടുവകൾ പ്രസവിക്കുന്നത്. പ്രസവത്തിൽ 3 അല്ലെങ്കിൽ 4 കുഞ്ഞുങ്ങളാണ് ഉണ്ടാവാറുള്ളത്. 105 അല്ലെങ്കിൽ 110 ദിവസങ്ങളാണ് കടുവകളുടെ ഗർഭകാലം. പ്രസവിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ കടുവ കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ തുറക്കുകയുള്ളൂ. കടുവകൾ പ്രായപൂർത്തിയാവുന്നത് 3 വർഷം കൊണ്ടാണ്. 12 വർഷമാണ് സാധാരണ കടുവകളുടെ ആയുസ്. ഒട്ടുമിക്ക വനങ്ങളിലും കടുവകളെ കണ്ടുവരാറുണ്ട്. എങ്കിലും ജലസാന്നിധ്യമുള്ള കാടുകളാണ് കടുവയ്ക്ക് ഏറെ ഇഷ്ടം. കടുവകൾ സാധാരണയായി കണ്ടുവരുന്നത് വടക്ക് കിഴക്കൻ കണ്ടൽ കാടുകൾ, ചതുപ്പ് പ്രദേശങ്ങൾ, ഹിമാലയ വനങ്ങൾ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മലനിരകളോട് ചേർന്നുള്ള വനങ്ങൾ, പശ്ചിമഘട്ട മലനിരകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കടുവയെ കൂടുതലായി കണ്ടുവരുന്നത്. ബംഗാൾ കടുവ, ഇൻഡോ ചൈനീസ് കടുവ, ലയൻ കടുവ, സുമാത്രൻ കടുവ, ഇബീരിയൻ കടുവ, ദക്ഷിണ ചൈന കടുവ, ഇന്ത്യൻ കടുവ, പേർഷ്യൻ കടുവ, ജാവൻ കടുവ തുടങ്ങിയവയാണ് കടുവകളുടെ ഉപവംശങ്ങൾ. എന്നാൽ ഇന്ന് കടുവകളെല്ലാം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ തന്നെയാണ് അതിന് പ്രധാന കാരണം. നശീകരണമാണ് കടുവകളുടെ അതിജീവനത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. പൂർവ്വമായി ആനകളും കരടികളും കടുവയെ എതിർക്കാറുണ്ടെങ്കിലും മനുഷ്യൻ തന്നെയാണ് കടുവകളുടെ ഏറ്റവും വലിയ ശത്രു. ഈ കടുവ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്ഥാപിതമായ ആദ്യത്തെ ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ്. ഇന്ത്യയിൽ ജനിച്ച ഇംഗ്ലീഷുകാരനായ മൃഗസംരക്ഷകനായ എഡ്വേർഡ് ജിം കോർബറ്റ് എന്ന ആളുടെ പേരിലാണ് ഈ ദേശീയോദ്യാനം അറിയപ്പെടുന്നത്. എന്തായാലും കടുവകളെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഏവരുടെയും ഉത്തരവാദിത്തമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.